ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ കടുത്ത സാമ്പത്തിക നടപടികൾക്കൊരുങ്ങി അമേരിക്ക. ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ വിദേശ ആസ്തികൾ തന്നെ ഉപയോഗിക്കാനാണ് നീക്കം. ഇതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്ത് വന്നുവെന്ന് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. മധു, വല്ലാത്തൊരു പ്രഭാതമാണെന്ന്. സലീം കുമാറിൻ്റെ വിയോഗം നടന്നു. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം മരിച്ചത്. ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ തന്നെ സലീം കുമാർ പലപ്പോഴും പരിപാടികളും ഷോകളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിയാം, നാദിർഷയോടൊപ്പം കലാപൻ മണിക്കൊപ്പം ഒക്കെ തന്നെ സലീം കുമാർ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിദേശ മലയാളികൾക്കും വലിയ ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ നടനായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം നിൽക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ നമുക്ക് സമാധാനം കെടുന്നു എന്നുള്ള വാർത്ത നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നു. അമേരിക്കൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നടനായിരുന്നു സലീം കുമാർ. അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വലിയ ആരവമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുവൈറ്റിനും ബഹ്റിനും നേരെ വളരെ ശക്തമായിട്ട് ഇറാൻ ആക്രമണം നടത്തി. ഇതിനൊരു തിരിച്ചടി പോലെയാണ് അമേരിക്കയുടെ ഒരു പുതിയ നിർണായക നീക്കം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ ആക്രമണം മൂലം ഈ ഗൾഫ് രാജ്യങ്ങളുണ്ടായ എല്ലാ നഷ്ടങ്ങളുടെയും അതുപോലെ ഭാവിയിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങളുടെയും ഒക്കെ അതുപോലെ പുനർനിർമ്മാണത്തിനായിട്ട് ഇറാന്റെ ഇപ്പോഴുള്ള ഈ സാമ്പത്തിക ആസ്തികൾ അത് മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് വഴിതിരിച്ചു വിടുവാനാണ് അമേരിക്കൻ സർക്കാരിന്റെ ശ്രമം. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്ത് ഇതിനായിട്ട് ഒരു പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഇതിനകം തന്നെ ഗൾഫ് സഖ്യകക്ഷികൾക്കൊക്കെ വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കും അതിനുള്ള ചെലവും വിലയിരുത്തുവാനാണ് ഈ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതേസമയം അമേരിക്കയുമായിട്ടുള്ള ഒരു സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന $24 ബില്യൺ ആസ്തികൾ അടിയന്തരമായി വിട്ടു നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവിന്റെ സൈനിക ഉപദേശകൻ മുഹസിൻ റസാനി CNN-നുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ ഇറാന്റെ പണം ഗൾഫ് രാജ്യങ്ങൾക്ക് കൈമാറുന്ന അമേരിക്കയുടെ ഈ നീക്കം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഉന്നത മന്ത്രി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖമേനിക്കുള്ള ഒരു പ്രത്യേക നയതന്ത്ര കത്തുമായിട്ടാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഈ അടിയന്തര സന്ദർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.